ഹിമം പോലെ വെണ്മയ കനിവുള്ള നിത്യന ദൈവം. മനം മാറ്റും ശുദ്ധമാ ഹിമം പോലെ വെണ്മയ കനിവുള്ള നിത്യനാം ദൈവം. ആഴങ്ങൾ തേടുന്ന ദൈവം, ആത്മാവെ നേടുന്ന ദൈവം. ആഴത്തിലനന്തമാം ദൂരത്തിൽ നിന്നെൻ്റെ അന്തരംഗം കാണും ദൈവം. ആഴത്തിലനന്തമാം ദൂരത്തിൽ നിന്നെൻ്റെ അന്തരംഗം കാണും ദൈവം. ആഴങ്ങൾ തേടുന്ന ദൈവം. നമുക്ക് ഫസ്റ്റ് സെഷനിലേക്ക് പോവാം. ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായത്തിൻ്റെ 2-ാമത് വാക്യം. ജനസിസ് ചാപ്റ്റർ 17 വേർഡ്സ് 2. എനിക്കും നിനക്കും മധ്യേ ഞാൻ എൻ്റെ നിയമം സ്ഥാപിക്കും, നിന്നെ അധികമായി വർദ്ധിപ്പിക്കും എന്ന് അരുളി ചെയ്തു. And I will make my covenant between me and thee, and will multiply thee exceedingly. സെക്കൻഡ് സെഷനിലേക്ക് പോകാം. റിക്വാറിൻ്റെ ബുക്കായ ദ പർപ്പസ് ഡ്രിവൺ ലൈഫിലേക്ക്. ദ ബെസ്റ്റ് യൂസ് ഓഫ് ലൈഫ് ഈസ് ലവ്. മെയിൻ ഹെഡിങ്. ലവ് ഷുഡ് ബി യുവർ ടോപ്പ് പ്രിയോറിറ്റി, primary objective and greatest ambition. Love is not a good part of your life, it's the most important part. The Bible says, let love be your greatest aim. It's not enough to say, one of the things I want in life is to be loving, as if it's in your top 10 list. Relationships must have priority in your life above everything else. Why? Subheading. Life without love is really worthless. Paul makes this point no matter what I say, what I believe and what I do, I am bankrupt without love. തേർഡ് സെഷനിലേക്ക് പോകാം. പ്രോവർബ് ഓർ സദൃശവാക്യങ്ങൾ. പ്രോവർബ്സ് ചാപ്റ്റർ 14 വേഴ്സ് 35. സദൃശവാക്യങ്ങൾ 14-ാം അധ്യായത്തിൻ്റെ 35-ാമത് വാക്യം. ബുദ്ധിമാനായ ദാസന് രാജാവിൻ്റെ പ്രീതി ലഭിക്കുന്നു, നാണം കെട്ടവനോ അവൻ്റെ കോപം നേരിടും. The king's favor is toward a wise servant, but his wrath is against him that causeth shame. Fourth session. Matthew or Matthew. Matthew chapter 7 verse 11. മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 11-ാമത് വാക്യം. അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് നന്മ എത്രയധികം കൊടുക്കും. If ye then, being evil, know how to give good gifts unto your children, how much more shall your Father which is in heaven give good things to them that ask him. നമുക്ക് വായനാഭാഗം നോക്കാം. വായനാഭാഗത്തിൻ്റെ ഹെഡിങ് എന്ന് പറയുന്നത് പത്രോസ് യോഹന്നാനും യഹൂദ സംഘത്തിന് മുന്നിൽ. പ്രവൃത്തികൾ, അതായത് അപ്പോസ്തല പ്രവൃത്തികൾ 4:1 മുതൽ 22 വരെയുള്ളതാണ് വേദഭാഗം. പത്രോസും യോഹന്നാനും ജനത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കെ ചില പുരോഹിതരും സദൂക്യരും ദേവാലയ സേനാ നായകനോടൊപ്പം അവരുടെ നേരെ ചെന്നു. അപ്പോസ്തലന്മാരുടെ ഉപദേശങ്ങളിൽ അവർ വളരെ ക്ഷുഭിതരായിരുന്നു. യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റതിനാൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുമെന്നാണ് അവർ പഠിപ്പിച്ചത്. അതുകൊണ്ട് അവർ പത്രോസിനെയും യോഹന്നാനെയും പിടികൂടി തടവിലാക്കി. പക്ഷേ വചനം കേട്ട അനേകർ അത് വിശ്വസിച്ചു. പുരുഷന്മാരുടെ മാത്രം സംഖ്യ 5000-ഓളമായി. പിറ്റേന്ന് യഹൂദ പ്രമാണിമാർ
യെരുശലേമിൽ ഒന്നിച്ചുകൂടി. മഹാപുരോഹിതനായ ഹന്നാസ് കയ്യപ്പാവും യോഹന്നാനും അലക്സാണ്ടറും മഹാപുരോഹിത കുടുംബത്തിലെ മറ്റംഗങ്ങളും സന്നിഹിതരായിരുന്നു. അപ്പോസ്തലന്മാരെ നടുക്ക് നിർത്തിക്കൊണ്ട് അവർ ചോദിച്ചു, എങ്ങനെയാണ് നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത്? നിങ്ങൾക്ക് എന്ത് ശക്തിയാണുള്ളത്? അഥവാ ആരുടെ പേരിലാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നത്? പരിശുദ്ധാത്മ നിറവോടുകൂടി പത്രോസ് പറഞ്ഞു, ജനപ്രമാണിമാരെ, മൂപ്പന്മാരെ, ഒരു മുടന്തന് ചെയ്തു കൊടുത്ത സൽക്കർമ്മത്തെ ചൊല്ലിയും അയാൾ എങ്ങനെ സുഖപ്പെട്ടു എന്നതിനെ ചൊല്ലിയുമാണല്ലോ ഇന്ന് നിങ്ങൾ ഞങ്ങളെ ചോദ്യം ചെയ്യുന്നു. എന്നാൽ നിങ്ങളും സർവ്വ ഇസ്രായേല്യരും അറിഞ്ഞുകൊള്ളുക, ആ മനുഷ്യൻ സൗഖ്യത്തോടെ നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത് നസറായനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലാണ്. നിങ്ങൾ അവനെ ക്രൂശിച്ചെങ്കിലും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു. വീട് പണിയുന്നത് തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീരും. ഇനി നമുക്ക് ഇതിൻ്റെ കണ്ടന്റ് ഉള്ളടക്കം നോക്കാം. ഫസ്റ്റ് സെഷൻ തന്നെ നോക്കാം. ഉൽപ്പത്തി. എനിക്കും നിനക്ക് മധ്യേ ഞാൻ എൻ്റെ നിയമം സ്ഥാപിക്കും, നിന്നെ അധികമധികമായി വർദ്ധിപ്പിക്കും എന്ന് അരുളി ചെയ്തു. അപ്പം എനിക്കും നിനക്ക് മധ്യേ ഞാൻ എൻ്റെ നിയമം സ്ഥാപിക്കുമെന്നും നിന്നെ അധികമായി വർദ്ധിപ്പിക്കുമെന്നും അരുളി ചെയ്തു. അബ്രാഹാമിനോട് പറയുന്ന ഭാഗമാണ്. ആൻഡ് ഐ വിൽ മേക്ക് മൈ കവനന്റ് ബിറ്റ്വീൻ മീ ആൻഡ് ദീ ആൻഡ് വിൽ മൾട്ടിപ്ലൈ ദീ എക്സീഡിംഗ്ലി. ഇനി നമുക്ക് റിക്വയർമെൻസിൻ്റെ ബുക്കായ ദ പർപ്പസ് ഡ്രിവൺ ലൈഫ് സെക്കൻഡ് സെഷൻ അതിലേക്ക് പോവാം. ദ ബെസ്റ്റ് യൂസ് ഓഫ് ലൈഫ് ഇസ് ലവ്. അതിൻ്റെ ഉള്ളടക്കം നോക്കാം. ലവ് ഷുഡ് ബി യുവർ ടോപ്പ് പ്രിയോറിറ്റി, പ്രൈമറി ഒബ്ജക്റ്റീവ് ആൻഡ് ഗ്രേറ്റസ്റ്റ് ambition. Love is not a good part of your life. It is the most important part. The Bible says, let love be your greatest aim. നമുക്ക് തേർഡ് സെഷനിലേക്ക് പോകാം. പ്രൊവർബ് ഓർ സദൃശവാക്യം. ബുദ്ധിമാനായ ദാസന് രാജാവിൻ്റെ പ്രീതി ലഭിക്കുന്നു, നാണം കെട്ടവനോ അവൻ്റെ കോപം നേരിടും. അപ്പം ബുദ്ധിമാനായിരിക്കുന്ന ഒരു ദാസന് രാജാവിൻ്റെ പ്രീതി ലഭിക്കും. ബുദ്ധിമാനായിട്ടുള്ള ദാസനെ മാത്രമേ കിട്ടത്തുള്ളൂ, ബുദ്ധിയില്ലാത്ത ദാസന് കിട്ടത്തില്ല എന്ന് ചുരുക്കം. നാണം കെട്ടവൻ അവൻ്റെ കോപം നേരിടും. നാണം കെട്ടവനാണെങ്കിൽ അവൻ്റെ കോപമാണ് നേരിട്ട് കിട്ടുന്നത്. അതിൻ്റെ ഇംഗ്ലീഷ് പോർഷൻ നോക്കാം. ദ കിങ്സ് ഫേവർ ഈസ് ടുവാർഡ് എ വൈസ് സെർവൻറ്റ്, ബട്ട് ഹിസ് റാത്ത് ഈസ് എഗൻസ്റ്റ് ഹിം ദാറ്റ് കോസസ് ഷെയിം. ഇനി ഫോർത്ത് സെഷനിലേക്ക് പോകാം. മാത്യു ഓർമ്മത്തായി. അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങൾ കൊടുപ്പാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് നന്മ എത്രയധികം കൊടുക്കും. അപ്പം അങ്ങനെ ദോഷികളായ മനുഷ്യരെല്ലാം ദോഷികളാണല്ലോ. അപ്പം ദോഷികളായ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളൊക്കെ, ആദ്യത്തെ കഴിഞ്ഞ വാക്യത്തിലൊക്കെ പാമ്പിന് കൊടുക്കുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പം ഇവിടെ ദോഷികളായ നിങ്ങൾ മക്കൾക്ക് നല്ല ദാനങ്ങളെയാണ് കൊടുക്കാൻ അറിയുന്നുവെങ്കിൽ, അപ്പോൾ ഒരു സാധാരണ അപ്പൻ മക്കൾക്ക് നല്ല ദാനങ്ങൾ കൊടുക്കുമെങ്കിൽ നമ്മുടെ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് നന്മ എത്രയധികം കൊടുക്കും. അപ്പോൾ അതാണ് യാചിപ്പിനെന്ന് കിട്ടും, മുട്ടും, തുറക്കപ്പെടും, അന്വേഷിപ്പും, കണ്ടെത്തും എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഇവിടെ ഇത് ആപ്റ്റായിട്ടുള്ള വാക്യം എന്ന് പറയുന്നത്, നിൻ്റെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് എത്രമാത്രം നന്മ കൊടുക്കുമെന്ന്, എത്രയധികം നന്മ കൊടുക്കുന്നു. അതിൻ്റെ ഇംഗ്ലീഷ് പോർഷനും കൂടെ നോക്കാം. ഇഫ് ഹി ദെൻ ബീയിങ് ഈവിൽ know how to give good gifts unto your children, how much more shall your Father which is in heaven give good things to them that ask him. അപ്പം എല്ലാ സെഷനും ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. God bless you abundantly.